ഗുഡ് മോർണിംഗ്, അസ്സാം വലൈക്കും. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരു കുഞ്ഞൻ കുട്ടി വർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ കണ്ടോ, വീടൊക്കെ ഇടിച്ച് പൊളിച്ചാകെ അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ. ഒരുപാട് സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് വാരി വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള ഒരു 3 പൈപ്പ് ഞാൻ തപ്പിപ്പറക്കി എടുക്കുകയാണ് കേട്ടോ. പഴയ വീട്ടിൽ വയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് പൈപ്പ്. അപ്പോൾ കുറേയൊക്കെ ഉണ്ടായിരുന്നു, എവിടെയാണെന്നും എനിക്കറിയത്തില്ല. പലതും പല വഴിക്ക് ഒടിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരേ അളവിലുള്ള 3 നോക്കിയിട്ട് കിട്ടിയില്ല. രാവിലെ തന്നെ കുറച്ച് അധ്വാനിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എക്സാ ബ്ലേഡൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വക പരിപാടിക്കൊക്കെ എന്നെ റൈഹു ആട്ടെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇന്നപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അവൻ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരേ അളവിൽ 3 കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കറക്റ്റ് ഷേപ്പിലൊക്കെ കട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ആക്സൽ ബ്ലേഡ് അത്യാവശ്യം നല്ല മൂർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇത് ഉപയോഗിക്കാൻ ഒരു വശം ഇല്ല എന്നുണ്ടെങ്കിൽ അപകട സാധ്യത കൂടുതലാണെന്ന് ഇത് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ കാൽമുട്ടിലൊക്കെ വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. എങ്ങാനും സ്പീഡിനെങ്ങാനും നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ അത്രയ്ക്ക് മുറിയാൻ ചാൻസ് ഒന്നും ഇല്ല, എന്നാലും മുറിയൂ കേട്ടോ. അപ്പോൾ എന്നാലും മുറിയുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇപ്പം കാണാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് പൈപ്പും മുറിഞ്ഞു, അതോടൊപ്പം എൻ്റെ കൈയും മുറിഞ്ഞിട്ടുണ്ട്. കുറച്ച് മുറിഞ്ഞു. അത്യാവശ്യം വേദനയും കാര്യങ്ങളും ഇച്ചിരി ചോരയൊക്കെ വന്നെങ്കിലും ഞാനതങ്ങ് സഹിക്കും. കാരണം ഈ ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം. കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ്. ഞാനിത് മേടിക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വാങ്ങിക്കാം, വിലയും കുറവാണ്. പിന്നെ ആലോചിച്ചു വേണ്ട, വാങ്ങിക്കുന്നതിനെ അതിനെക്കാട്ടി 100 ഇരട്ടി സന്തോഷവും സാറ്റിസ്ഫാക്ഷനും കിട്ടും ഞാൻ തന്നെയാണ് മേക്ക് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു പൈപ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടാണ് കേട്ടോ. ഇത് ശരിയാവോ, സക്സസ് ആവുമോ എന്നൊക്കെ എനിക്ക് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇല്ലാതില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. ശ്രമിക്കാഞ്ഞിട്ട് വേണ്ട, അതുകൊണ്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇതേപോലെ പൈപ്പെല്ലാം ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിൽ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. അതിനെ ഞാൻ 2ആക്കി മുറിച്ച് എടുക്കുന്നുണ്ട്. കുറച്ചും കൂടി വലിയ ബോട്ടിലാണ് എനിക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ. ജോലിക്കാർ കൊണ്ടുവന്നാണോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ബോട്ടിൽ എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കുറേ നാളുകൾക്ക് മുമ്പ് സോൾട്ടറിങ് അയൺ വാങ്ങിച്ചു വെച്ചതാണ്. ഒരു സമയത്ത് എനിക്ക് നമ്മുടെ എന്താ പറയുക, ആപ്ലിക്യൂ വർക്കില്ലേ, അത് ചെയ്യുന്ന ഒരു ചെറിയൊരു ഭ്രാന്തുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ വർക്ക് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല. വാങ്ങിച്ചുകൊണ്ട് വന്ന ആവേശത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി 2 ദിവസം. പിന്നീട് ഇതൊരു മൂലക്കിരിപ്പായി. ഇപ്പോഴാണ് ഇതിനൊരു ഉപയോഗം കുറേ നാളുകൾക്ക് ശേഷം വന്നത് കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഹോൾ ഇടാനൊക്കെ നല്ല എളുപ്പമാണല്ലോ. ഞാൻ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതേപോലൊരു ടൈ ആണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്ന് ഇങ്ങോട്ട് തീർന്നതേ ഉള്ളതുകൊണ്ട് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പെയിൻറ്റും അതുപോലെ തന്നെ കണക്കത്തെ ടൈ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പ്ലംബിങ്ങിനും വയറിങ്ങിനും ഒക്കെ യൂസ് ചെയ്തതും പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്തതുമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ ബാലൻസ് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ക്രാഫ്റ്റ് വർക്ക് ഈസി ആയിട്ടങ്ങ് നടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് ടൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ടൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു ഡപ്പയുടെ ഷേപ്പിനനുസരിച്ചിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ടൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 2 പേരുടെ ഹെൽപ്പ് വേണമെന്നൊക്കെ എനിക്ക് ആദ്യം തോന്നി കേട്ടോ. ഒന്ന് ആ ഒരു പൈപ്പ് ഒന്ന് ആരെങ്കിലും പിടിച്ച് തന്നിരുന്നെങ്കിൽ ശരിയായിട്ട് ചെയ്യാമെന്നൊക്കെ തോന്നിയെങ്കിലും പിന്നീട് ഞാൻ തന്നെ അത് സക്സസ് ആക്കി എടുത്തു കേട്ടോ. മാഷാ അല്ലാഹ്. കണ്ടോ, ഇതേപോലെയൊക്കെ വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയാം ഉറപ്പായിട്ടും അത് ശരിയാക്കും എന്നൊരു വാശിയിലാണ് ഞാൻ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ കാര്യങ്ങളിങ്ങനെ മൈൻഡിലുണ്ട് കേട്ടോ. കുറേ സംഭവങ്ങളിങ്ങനെ സെറ്റാക്കണം. കുറച്ചു എന്താ പറയുക, അലിക്കുലുത്ത് പരിപാടികൾ, അല്ലെങ്കിൽ വീടൊക്കെ ഒന്ന് അലങ്കോലപ്പെടുത്തുക എന്ന് ഇക്കാടെ ഭാഷയിൽ പറയും. പക്ഷേ ഞാൻ അലങ്കരിക്കാമെന്നേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതേപോലെ ഒരെണ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഞാൻ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അടുത്ത ഒരു പൈപ്പും ഇതേപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേ കണക്ക് ആക്കിയെടുക്കുന്നുണ്ട്. 2 ടൈ ഇട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ആയി. ഇനി നമുക്ക് 3ാമത്തെ പൈപ്പും കൂടി ഫിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മനസ്സിലായില്ലേ എന്താണ് സംഭവം എന്നുള്ളത്. ഇത് തന്നെ, ഇതിനായിരുന്നു ഇത്ര ബിൽഡപ്പും കാര്യങ്ങളൊന്നും ചോദിക്കില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതേപോലുള്ള കുഞ്ഞു വർക്കുകൾ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് കേട്ടോ.
എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഫ്ലവറാണ് മേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ കൂടിയും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കുകളാണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു സന്തോഷമാണ് വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിനാണോ ഇത്രയും വലിയ കാര്യത്തിൽ പറഞ്ഞത്, ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നവരടുത്തായിട്ടാണ് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്തേക്ക് പെയിൻറ്റും കൂടി അടിച്ചു കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് കളർ പെയിൻ്റ് ആട്ടോ അടിക്കുന്നത്. ഒരു ഗോൾഡോ സിൽവറോ ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ തൽക്കാലം വൈറ്റ് മതി എന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റിച്ച് ലെവലിൽ പിടിക്കാം. ഇപ്പം നമുക്ക് ഇതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പൈപ്പിലായതുകൊണ്ട് പെയിൻ്റ് അടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ആയിരുന്നു. ഒരു 2 കോട്ട് പെയിൻ്റൊക്കെ അടിച്ചാലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഒരു വലിയ പച്ചപ്പ് നിങ്ങൾ കാണുന്നില്ലേ, മഴ വന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ വീണ്ടും കാടായി കേട്ടോ. നല്ല രീതിക്ക് അവിടെയൊക്കെ ഇങ്ങനെ കാടൊക്കെ വെട്ടി തെളിച്ച് നല്ല കുട്ടപ്പനാക്കി ഇട്ടിരുന്നതാണ്. മൊത്തത്തിൽ ഹരിതാഭയും പച്ചപ്പും ഒക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട്. കാടാവും കേട്ടോ അവിടെ ഫുള്ളായിട്ട്. അപ്പുറ സൈഡ് കാണാൻ പറ്റാത്ത രീതിയിൽ ആ റബ്ബർ കാടാവും. എനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. എന്നാലും മഴ നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. മഴയുടെ എഫക്റ്റ് കൊണ്ടാണ്. റോഡ് കണ്ടില്ലേ, റോഡ് തോടിൻ്റെ രൂപത്തിലോട്ടാക്കി കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു റോഡ് ടാർ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് മഴ വന്നാൽ നമ്മളിതുപോലെ തോട് പോലെ ആവും. നേരെ ഒഴുകി ചെല്ലുന്നതും തോട്ടിലോട്ടാണ് കേട്ടോ. തൊട്ട് താഴെ തോടുണ്ട്. അപ്പോൾ അതേപോലെ നീർച്ചാലുകൾ റോഡിലും രൂപാന്തരം പ്രാപിക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീട് ഇടിച്ച് കുറേ കട്ടയും കല്ലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്ക പറയുന്നുണ്ടായിരുന്നു ഇത് കുറച്ചും കൂടി എന്തായാലും അടുത്ത മഴയത്ത് വലിയൊരു ചാലകവും. അപ്പോഴേക്കും നമുക്കതിലിട്ട് നികത്തി റോഡിനെ ഒന്നും കൂടി പുതുക്കി പണിയാന്നുള്ള കാര്യം ഇൻഷാ അല്ലാ നോക്കട്ടെ. അപ്പോൾ ഇതേപോലെ നമ്മൾ പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഫൈനൽ റിസൾട്ട് കണ്ടോ എങ്ങനെയുണ്ട്? ഒരാൾ ഒറ്റയ്ക്കായ വിഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അനിയനും ചേട്ടനും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഐറ്റമായിട്ട് കാണാം കേട്ടോ.